അധ്യക്ഷൻ ശ്രീ ബാലേന്ദ്രൻ, നമ്മുടെ വിശിഷ്ട അതിഥികളായ ശ്രീ വിജയകുമാർ, ശ്രീമതി പാർവതി, ജയ ശ്രീകുമാർ, മാന്യ സുഹൃത്തുക്കളെ, NV കൃഷ്ണവാര്യർ സാറിനെ പോലെ PTBയെ പോലെ ഞാൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത മൂന്നാമത്തെ വ്യക്തിത്വമാണ് PG. അദ്ദേഹവുമായി അടുത്ത് ഇടപഴകാൻ ഒരുപാട് അവസരങ്ങളുണ്ടായി, ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഒരുപാട് അവസരമുണ്ടായി. ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യതയായി, ഒരനുഗ്രഹമായി ആ നിമിഷങ്ങളെ ഞാൻ കാണുകയാണ്. ശ്രീ പരമേശ്വരനും ബാലേന്ദ്രൻ സൂചിപ്പിച്ച ബാലേന്ദ്രന് കിട്ടാതെ പോയ സൗഭാഗ്യം ശ്രീ പരമേശ്വരന് കിട്ടി. എൻ്റെ PGയോടൊപ്പം നിന്ന PGക്ക് പത്രം വായിച്ചു കൊടുക്കാനും PG ഡിക്റ്റേറ്റ് ചെയ്യുന്നത് എഴുതിയെടുക്കാനും ഒരു സഹായിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത് ശ്രീ പരമേശ്വരൻ തന്നെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്. എനിക്കൊരൊറ്റ വ്യവസ്ഥയേ ഉള്ളൂ PGക്ക് വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന്. പ്രതിഫലം എനിക്ക് തരരുത്, ആ വ്യവസ്ഥയിലേ ഞാനിങ്ങനെ പ്രവർത്തിക്കുകയുള്ളൂ. അവസാന കാലത്താണ് അദ്ദേഹത്തിന് LICയിൽ നിന്നൊക്കെ വിടവാങ്ങി അവസാന കാലത്താണ് PGയുമായി പ്രവർത്തിക്കുവാനുള്ള അവസരം കിട്ടിയത്. ആ അവസരമാണ് അദ്ദേഹത്തെ ഒരു എഴുത്തുകാരനാക്കിയത്. എൻ്റെ അറിവിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് ഇത്. PGയുടെ ഒരു ജീവചരിത്രമല്ല. PG നിഴലായി, നിലാവായി എന്ന ആകർഷമായ ടൈറ്റിൽ കേൾക്കുമ്പോൾ PGയുടെ ജീവചരിത്രമാണോ എന്ന് സംശയിച്ചേക്കും. പക്ഷേ ഇത് PGയുടെ ജീവചരിത്രമല്ല, മറിച്ച് PGയുമായിട്ടുള്ള ബന്ധം, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് പരമേശ്വരനുള്ള ബന്ധം, അന്നത്തെ മറക്കാനാവാത്ത ഓർമ്മകൾ. ആ ഓർമ്മകൾ എന്ന ടൈറ്റിലാണ് ഇതിന് ചേരുക. മെമ്മേഴ്സ് എന്ന ശാഖയിലാണ് ഈ കൃതി ഉൾക്കൊള്ളുന്നത്. വായനയിലും സാഹിത്യരംഗത്തും മാത്രമല്ല, എല്ലാ രംഗങ്ങളിലും ഒരു വേറിട്ട വ്യക്തിത്വമായിരുന്നു PG. അദ്ദേഹത്തിൻ്റെ പഠനകാലം തന്നെ പ്രൈമറി ക്ലാസ് മുതൽ കോളേജ് വരെ ക്രിസ്ത്യൻ കോളേജുകളിലാണ് പഠിച്ചത്. UC കോളേജിലും ബോംബെയിലെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലുമായിട്ട് പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീതയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഏറ്റുമാനൂർ സോമദാസൻ്റെ പുസ്തകത്തെക്കുറിച്ച് വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് പരമേശ്വരനും ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മഹാഭാരതത്തെയും രാമായണത്തെയും കുറിച്ചുമൊക്കെ എഴുതുന്നത് പോലെ കമ്മ്യൂണിസ്റ്റുകാരനായ PG ബൈബിളിനെ കുറിച്ച് വളരെ അഗാധമായ ജ്ഞാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബാബു പോളുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായതുകൊണ്ട് മാത്രമല്ല, PGയുടെ നാട്ടുകാരനാണ് ബാബു പോളും. ബാബു പോളിൻ്റെ വേദശബ്ദ രത്നാകരം ഞങ്ങൾ ഇറക്കാൻ സമയത്ത് അന്ന് നയനാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനും TK രാമകൃഷ്ണൻ വൈസ് ചെയർമാനുമാണ്, മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അന്നൊരു എതിർപ്പുണ്ടായി. ഈ മതങ്ങളെക്കുറിച്ചുള്ള, ബൈബിളിൻ്റെ പഠനത്തെക്കുറിച്ചുള്ള മതാധിഷ്ഠിത ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കാനാണോ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്? പക്ഷെ അന്ന് PG വളരെ പരസ്യമായി പറഞ്ഞു അത് പ്രസിദ്ധീകരിക്കണം. കാരണം ഹിന്ദു മതത്തെയും നമ്മുടെ പുരാണങ്ങളെയെല്ലാം അടിസ്ഥാനമാക്കിക്കൊണ്ട് രചിച്ചിരിക്കുന്ന കൃതിയാണിത്. അങ്ങനെ മതത്തിൻ്റെ പേരിൽ അതിനെ അറിവിനെ നിഷേധിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. പിന്നെ അപാരമായ ഓർമ്മശക്തിയാണ് അദ്ദേഹത്തിനുള്ളത്, മറ്റാർക്കുമില്ലാത്ത. വായനയിൽ നിന്ന് കിട്ടിയതാണ്. വായിച്ചതുകൊണ്ട് ഓർമ്മശക്തി ഉണ്ടാകണമെന്നില്ല. ആ സരസ്വതി ദേവി അനുഗ്രഹവും അദ്ദേഹത്തിനുണ്ട്. ഒരിക്കലൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഡൽഹിയിൽ വെച്ച് ചോദിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ചെങ്കൊടി വരാനുള്ള കാരണം എന്താണ്, ചുവന്ന കൊടി വരാനുള്ള കാരണം എന്താണ്? അവിടെ കൂടിയിരുന്ന ആർക്കും അതറിയില്ല. അവർ പറഞ്ഞ് നമുക്ക് കേരളത്തിലെ PG ഉണ്ട്, PGയെ വിളിച്ചാൽ അറിയാം. അത് PGയെ വിളിച്ചു. PG എൻസൈക്ലോപീഡിയ എടുക്കാതെ ഒരു റെഫറൻസും ഇല്ലാതെ അന്നേരം തന്നെ മറുപടി പറഞ്ഞു, ഇറാനിലെ കർഷക തൊഴിലാളികൾ സമരം ചെയ്തു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാകുന്നതിന് മുമ്പ്. അന്ന് അവരുയർത്തിയ പതാക ചെങ്കൊടിയാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടിയായി അംഗീകരിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് വിഷയത്തെക്കുറിച്ചും എന്ത് സംശയമുണ്ടെങ്കിലും അത് ഉടനടി തീർക്കുവാനുള്ള, അതിന് പരിഹാരം കണ്ടെത്തുവാൻ, ഉത്തരം പറയുവാനുള്ള ഒരു തൈക്ഷണിക പ്രതിഭയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അവർക്ക് ദാമോദരൻ്റെ പാട്ടബാക്കി എന്ന നാടകം എഴുതിയ, വിഖ്യാത നാടകം എഴുതിയ
കെ ദാമോദരനെക്കുറിച്ചും അദ്ദേഹം ദാമോദരൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം എഴുതി. അതിനെക്കുറിച്ചും ഈ പുസ്തകത്തിൽ പരാമർശമുണ്ട്. കെ ദാമോദരൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതി ഭാരതീയ ചിന്ത, അത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ കൃതിയിലെ സിംഹഭാഗവും ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്ലാസിക് കൃതിയായ, ഒരുപക്ഷെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതിയായ സാംസ്കാരിക വിപ്ലവവും വൈജ്ഞാനിക വിപ്ലവവും സാംസ്കാരിക ചരിത്രം എന്ന കൃതിയാണ്. ആ കൃതി പ്രസിദ്ധീകരിക്കാനുള്ള സൗഭാഗ്യവും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനുണ്ടായി. ഏതാണ്ട് 4-5 വർഷമെടുത്താണ് അദ്ദേഹം ആ കൃതി രചിച്ചത്. അതിൻ്റെ രചനയിൽ സഹകരിക്കാനും അദ്ദേഹം ഡിക്റ്റേറ്റ് ചെയ്യുന്നതെല്ലാം എഴുതാനും പ്രൂഫ് നോക്കാനുമുള്ള സൗഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്, പരമേശ്വരന് ലഭിച്ചിട്ടുണ്ട്. അതായത് മനുഷ്യനുണ്ടായ കാലം മുതൽ മനുഷ്യൻ്റെ പരിണാമത്തെക്കുറിച്ച്, ഡാർവിൻ സിദ്ധാന്തത്തെക്കുറിച്ച്, ശാസ്ത്രരംഗത്ത് അച്ചടി ഉണ്ടായതിനെക്കുറിച്ച്, അച്ചടിക്ക് ശേഷമുണ്ടായിട്ടുള്ള ശാസ്ത്രരംഗത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള ന്യൂട്ടൻ്റെ, സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ, അതുപോലെ ഫ്ലെമിങ്ങിൻ്റെ, അങ്ങനെ നിരവധി, ഐൻസ്റ്റൈൻ്റെ തുടങ്ങിയ എല്ലാവരുടെയും കണ്ടുപിടുത്തങ്ങൾ ക്രമത്തിൽ പറഞ്ഞ് ശാസ്ത്രഗതിയിൽ നമുക്കുണ്ടായ പുരോഗതിയെക്കുറിച്ച് അതിനെ സാംസ്കാരിക ചരിത്രവുമായി സമന്വയിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ്. ആ പുസ്തകം ഇറങ്ങിയപ്പോൾ തന്നെ പൂർണ്ണമായി വായിക്കാൻ എനിക്ക് അവസരം കിട്ടി. അതുകൊണ്ട് തന്നെ ആ പുസ്തകത്തിലേക്ക് കിടക്കുന്നില്ല, സമയം കൂടുതൽ അതിക്രമിക്കും. ഈ തുള്ളിക്കൊരു കൂടം മഴ പെയ്യുന്ന ഈ സമയത്ത് 5 മണിക്ക് തന്നെ പോകണം. അതിനു മുമ്പ് നല്ല 2-3 പ്രസംഗങ്ങളും നമുക്ക് കേൾക്കാനുണ്ട്. ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇതാണ്: നമുക്ക് ശാസ്ത്രരംഗത്ത്, വൈജ്ഞാനിക രംഗത്ത് മഹത്തായ ഒരു സമ്പത്തും പാരമ്പര്യവുമുണ്ട്. അതിനെക്കുറിച്ച് കൂടി പി ജി എഴുതിയിരുന്നെങ്കിൽ പി ജിക്കല്ലാതെ വേറെ ആർക്കും അത് എഴുതാൻ പറ്റില്ല. കാരണം ഈ ഭൂമി ഉരുണ്ടതാണെന്നും അത് സൂര്യനെ ചുറ്റുന്നെന്നും അതുകൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാകുന്നതെന്നും കണ്ടുപിടിച്ചത് കോപ്പർനിക്കസും ഗലീലിയോ ആണെന്നാണ് ഇന്നും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. പക്ഷേ AD 499 തന്നെ ആര്യഭടൻ എന്ന ശാസ്ത്രജ്ഞൻ ആര്യഭടീയം എന്നൊരു കൃതി രചിച്ചിട്ടുണ്ട്. ആ കൃതി മലയാളത്തിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ഉള്ളപ്പോൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ കൃതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഗലീലിയും കോപ്പർനിക്കസും ഒക്കെ ജനിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആര്യഭടൻ പറഞ്ഞു, ഭൂമി സൂര്യനെ വലയം വയ്ക്കുന്നു, അതുകൊണ്ടാണ് ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നത്. സുശ്രുതൻ, അതുപോലെ നിരവധി ശസ്ത്രക്രിയാ രംഗത്ത്, വൈദ്യരംഗത്ത്, അങ്ങനെ പ്രാചീനമായി നമുക്കുള്ള ശാസ്ത്രവിജ്ഞാനീയത്തെക്കുറിച്ച് ഇടയ്ക്ക് ഞാൻ ആ പുസ്തകം ഇറങ്ങിയ ഇടയ്ക്ക് സാറുമായിട്ട് സംസാരിക്കാനിടയായി. ഞാൻ AKG സെൻറ്ററിൽ ആകെ പോകുന്നതിൽ വിരോധമൊന്നും ഉണ്ടായിട്ടല്ല, PG കാണാൻ വേണ്ടി മാത്രം. അവിടെ ഒരു കുടുസുമുറി, അത് നിറച്ച് ബുക്കുകളുമാണ് ഇരിക്കുന്നത്. അവിടെ ഒരു കസേരയും, പരമാവധി ഒരു കസേരയും കൂടെ കാണും വരുന്നവർക്ക് ഇരിക്കാനായിട്ട്. അവിടെ ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. അന്ന് ഈ പുസ്തകത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഇന്ത്യയുടെ വൈജ്ഞാനിക പാരമ്പര്യത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതണം, അദ്ദേഹം നോക്കട്ടെ, എനിക്കും അങ്ങനൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ എന്തോ ആ ആഗ്രഹം നടന്നില്ല. പുസ്തകത്തെക്കുറിച്ച് ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല, കാരണം ഇനി സംസാരിക്കുന്നവരും പുസ്തകത്തെക്കുറിച്ചാണ് പറയുന്നത്. അവർ പറയാനിടയില്ലാത്ത 2 കാര്യങ്ങൾ, PG യുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധത്തിൻ്റെ 2 കാര്യങ്ങൾ മാത്രം ഇവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മലയാളത്തനിമ എന്നൊരു പ്രസ്ഥാനം തുടങ്ങി. നമ്മുടെ മലയാള ഭാഷയെ കമ്പ്യൂട്ടറിന് സജ്ജമാക്കാൻ വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനമാണ്. EMSൻ്റെ ആഹ്വാനപ്രകാരമാണ് അത് തുടങ്ങിയത്. അന്ന് വിവിധമായ ഒരു കമ്മിറ്റിയും ഉണ്ടായിരുന്നു. അതിലൊരു സബ് കമ്മിറ്റിയുടെ ചെയർമാൻ PG ആയിരുന്നു. ഞങ്ങൾക്കെതിരായി ഒരുപാട് വിമർശനങ്ങൾ വന്നിരുന്നു. ഇടയ്ക്ക് വെച്ചത് നിർത്തിയാലോ എന്നിവരെ ആലോചിച്ചു. പക്ഷെ അന്നൊക്കെ ഞങ്ങൾക്ക് ധൈര്യം തന്നത് എതിർപ്പുകളൊന്നും ഒരു പ്രശ്നമല്ല, അത് നമുക്ക് കൂടുതൽ പ്രചോദനമാകണം എന്ന് പറയുകയും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി മറുപടി പറയുകയും ചെയ്തത് അദ്ദേഹമാണ്. ആ ശ്രമം കൊണ്ട് ഏറെ നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഇലക്ട്രോണിക് ടെക്സ്റ്റ് കമ്പോസിങ്ങിന് ഫോണറ്റിക് സിസ്റ്റം ആവിഷ്കരിക്കാൻ കഴിഞ്ഞു, യൂണിക്കോഡ് സിസ്റ്റത്തിൽ ഭാഷയെ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു, അങ്ങനെ നിരവധി നേട്ടങ്ങളുണ്ടായി. അത് കഴിഞ്ഞ് അദ്ദേഹം ചെയർമാനായ PG ചെയർമാനായ സബ് കമ്മിറ്റിയുടെ ദൗത്യം ടൈപ്പ് റൈറ്റിംഗ് കീബോർഡ് പരിഷ്കരിച്ചതുപോലെ
കമ്പ്യൂട്ടർ കീബോർഡിൽ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ, അതായത് മാനകീകരിക്കാനും ക്യാരക്ടർ എൻകോഡിങ് ആവിഷ്കരിക്കാനുമാണ് ആ കമ്മിറ്റി രൂപീകരിച്ചത്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ ആ കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു. സീഡിറ്റിലെയും കെൽട്രോണിലെയുമൊക്കെ സാങ്കേതിക വിദഗ്ധരും ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു. എന്തോ ഇടതുപക്ഷ ഭരണകാലത്ത് ഞങ്ങൾക്ക് ദൗത്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് വന്നത് AK ആൻ്റണിയാണ്. പക്ഷേ അദ്ദേഹവും പറഞ്ഞു, PG പോലൊരു ഒരാൾ കമ്മിറ്റിയിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഈ സർക്കാരിന് തന്നെ ഒരു അഭിമാനമാണ്. ഭരണം മാറിയപ്പോഴേ PG കമ്മിറ്റി വിളിച്ചു കൂട്ടി നമുക്ക് രാജിവെക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു CM-ആയിട്ടൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഈ AK നേരിട്ട് PG-യെ വിളിച്ചു പറഞ്ഞു, സാറ് തുടരണം, സാറിനെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കണം. ഏതാണ്ട് 1 വർഷം കൊണ്ട് തന്നെ ആ ദൗത്യം പൂർത്തീകരിച്ച് ഞങ്ങളെ ഏൽപ്പിച്ച ജോലി കീബോർഡിൻ്റെ സ്റ്റാൻഡേർഡൈസേഷനും ക്യാരക്ടർ എൻകോഡിങ്ങും നടത്തി സർക്കാരിനെ ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതുപോലെ നിരവധി അനുഭവങ്ങളുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏത് പുസ്തകങ്ങൾ ഇറക്കുമ്പോഴും പുതിയ പുസ്തകങ്ങൾ ഇറക്കുമ്പോഴും അതിനെക്കുറിച്ച് ചോദിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും എല്ലാം ചെയ്യുന്ന PG മരിക്കുന്ന സമയത്ത് ഉള്ളൊരു അനുഭവമാണ്, മറക്കാനാവാത്ത ഒരു അനുഭവം. രാവിലെ PG-യുടെ മരണ വാർത്ത അറിഞ്ഞ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഞാനന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ്. അതോടൊപ്പം പ്രിയദർശിനി പബ്ലിക്കേഷൻ KPCC-യുടെ പ്രസിദ്ധീകരണ വിഭാഗമാണ്, അതിൻ്റെ സെക്രട്ടറിയുമാണ്. ഞങ്ങളന്ന് VJT ഹാളിലൊരു സാംസ്കാരികോത്സവം നടത്തുകയാണ്. ആ VJT ഹാളിനകത്ത് നിറച്ച സ്റ്റാളുകളും സ്റ്റേജിലുമൊക്കെ സ്റ്റാളുകൾ പണിത് മറ്റ് ബുക്ക് സ്റ്റാളുകൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയും വെളിയിൽ പന്തൽ കെട്ടി കലാപരിപാടികളും മീറ്റിങ്ങുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മരണ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി ഒരു അന്ത്യശയനത്തിനായിട്ട് VJT ഹാൾ ഒഴിയേണ്ടി വരുമല്ലോ. ഞാനും ഗവൺമെൻറ്റുമായിട്ട് പ്രോട്ടോക്കോൾ ഓഫീസറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ ഇല്ല, അത് ഇനി മാറ്റുന്നത് പ്രയാസമില്ല, VJT ഹാൾ എങ്ങനെ ഒഴിക്കാൻ പറ്റും, ദർബാർ ഹാളിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സ്ഥലം ഒരുക്കി വയ്ക്കുമെന്ന് പറഞ്ഞു. എന്നിട്ടും രാവിലെ തന്നെ 7 മണിക്ക് മുമ്പ് ഞാൻ VJT ഹാളിലെത്തി. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ AKG സെൻറ്ററിൽ നിന്ന് കുറച്ച് നേതാക്കന്മാർ വന്നു. അവർ ചോദിച്ചു, അല്ല PG-യുടെ മരണം അറിഞ്ഞല്ലേ? ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ എത്തിയത്. അല്ല, ഈ സ്റ്റാളുകളെല്ലാം പൊളിക്കുകയും ഈ അവരുടെ കച്ചവടം നിർത്തുകയും ചെയ്യുന്നത് അപ്രായോഗികമല്ലേ? അത് നടക്കില്ലല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ മതി. PG നിങ്ങളുടെ മാത്രം സ്വത്തല്ല, ഞങ്ങളുടെയും സ്വത്താണ്. PG-ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനുവേണ്ടിയാണ് രാവിലെ വന്നത്. ഞാൻ PG ഇവിടെ തന്നെ കിടത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ സജ്ജീകരിക്കാവുന്നു. അപ്പോൾ തന്നെ അന്നത്തെ KPCC പ്രസിഡൻ്റായിരുന്ന രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും ഫോണിൽ ബന്ധപ്പെട്ടു. രണ്ടുപേരും വളരെ പറഞ്ഞു, പെട്ടെന്ന് തന്നെ എല്ലാ ഏർപ്പാടുകളും വരണം, അതിൻ്റെ സാമ്പത്തികം ഒന്നും നോക്കണ്ട, ഒക്കെ പ്രിയദർശിനി പാർട്ടി വഹിച്ചോളും, പെട്ടെന്ന് അവിടുത്തെ എല്ലാവരും. ഉടൻ തന്നെ ഞാൻ പെട്ടെന്ന് കുറച്ച് പാർട്ടി പ്രവർത്തകരെയും വരുത്തി സ്റ്റാളുകളെല്ലാം പൊളിച്ച് പുസ്തകങ്ങളെല്ലാം ഞങ്ങൾ തന്നെ ഓരോരുത്തരെ ചുമതലപ്പെടുത്തി. കാരണം സ്റ്റാളുകാരും വന്നിട്ടില്ല, അവർ 10 മണിക്കേ വരികയുള്ളൂ. ഓരോ സ്റ്റാളുകാരുടെയും പ്രത്യേകിച്ച് പാക്ക് ചെയ്ത് പ്രത്യേകം മാറ്റി സുരക്ഷിതമാറ്റി ഏതാണ്ട് 10 മണിക്ക് മുമ്പ് തന്നെ ആ ഹാള് PG-യെ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ സജ്ജമാക്കി. അവിടെയാണ് അന്ത്യനിദ്ര PG-യെ മൃതദേഹം അവിടെ കൊണ്ടുവന്നതും പുഷ്പാർച്ചന നടത്തിയതും നേതാക്കന്മാർ വന്നതുമൊക്കെ ഇന്നും മറക്കാതെ മനസ്സിൽ. PG-ക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധന്യതയായാണ് ഞങ്ങൾ കാണുന്നത്. PG-യുടെ ആദ്യത്തെ അനുശോചനം നടത്തിയതും അതും ഒരു വൈരുദ്ധ്യമായി തോന്നിയിരിക്കാം. മാർക്സിസ്റ്റ് നേതാവ്, കമ്മ്യൂണിസ്റ്റ് നേതാവായ PG-യുടെ അനുശോചനം നടത്തിയത് അദ്ദേഹം അദ്ദേഹം സ്ഥാപിച്ച ദേശാഭിമാനി സ്റ്റഡി സർക്കിളല്ല, അതുപോലെ അദ്ദേഹം സ്ഥാപിച്ച പൂക്കാസയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അക്ഷരത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ മുഖം നൽകിയത് PG-ആണ്. PG-ആണ് ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ രൂപീകരിക്കുകയും പാർട്ടി സഖാക്കളെ അറിവിൻ്റെ പാതയിലേക്ക് നയിച്ചതും. അതുപോലെ പൂക്കാസ എന്ന സംഘടന ആവിഷ്കരിച്ചു അദ്ദേഹം. പക്ഷേ അദ്ദേഹം അതിനകത്ത് ഒതുങ്ങി നിന്നില്ല. അദ്ദേഹം ഒരു പാർട്ടിയുടെയും ചട്ടക്കൂടിൽ ഒതുങ്ങുന്ന ഒരു വ്യക്തിത്വമായിരുന്നില്ല, സ്വതന്ത്ര ചിന്താഗതിക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തുടങ്ങുന്നത് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊടി പിടിച്ചുകൊണ്ടാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുകയും ഒരു ഗാന്ധിയൻ്റെ തികഞ്ഞ ഗാന്ധിയനായിരുന്നു. ഗാന്ധിയ തത്വങ്ങളോട് വളരെ ആകർഷണമായിരുന്നു. 1946
അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. അത് കഴിഞ്ഞ് നിരവധി വർഷം കോൺഗ്രസ് ആയിരുന്നപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നപ്പോഴും നിരവധി വർഷം ജയിലിൽ കിടന്ന ത്യാഗത്തിൻ്റെ കഥ പറയാൻ കഴിയുന്ന അപൂർവം നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം തിരുക്കൊച്ചിയിൽ MLA ആയി, കേരള നിയമസഭയിൽ 2 തവണ MLA ആയി. പക്ഷേ അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം ആ വിജ്ഞാന പ്രതിഭയ്ക്ക് കിട്ടിയില്ല എന്നുള്ളതൊരു ദുഃഖ സത്യമാണ്. വിദ്യാഭ്യാസ രംഗത്തും മറ്റുമൊക്കെ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്താൻ അറിവുള്ള, ശേഷിയുള്ള, കഴിവുള്ള അദ്ദേഹത്തിന് ഒരു 2 MLA പദം കൊണ്ട് തന്നെ ഒതുങ്ങുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് അതൊന്നും ഒരു വിഷമമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ലോകം എഴുത്തിൻ്റെ ലോകമായിരുന്നു. രാധാകൃഷ്ണൻ എഴുതിയ പുസ്തകത്തിൽ പറയുന്ന പോലെ വായിച്ചു തീരാത്ത അച്ഛനെ പോലെ എന്നും എഴുത്തിലും വായനയും. അദ്ദേഹത്തിൻ്റെ വായനയിൽ തന്നെ ഒരു സവിശേഷതയുണ്ട്. അത് പരമേശ്വരൻ ശ്രദ്ധിച്ചിരിക്കും. കാരണം നമ്മളൊക്കെ പുസ്തകം വായിച്ചു പോയി അത് ആസ്വദിക്കുകയായിരിക്കും. പക്ഷേ അദ്ദേഹം അതല്ല, ഓരോ പുസ്തകവും വായിക്കുമ്പോൾ അതിൻ്റെ ആശയമെടുക്കുകയാണ്. പുസ്തക ചർച്ചയിൽ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അദ്ദേഹം ചോദിക്കും, തപ്പൻ ആ പുസ്തകത്തിൻ്റെ ആശയം എന്താണ്, എന്ത് പുതിയ ആശയം അതിൽ നിന്ന് കിട്ടിയാണ്. അപ്പം പുത്തൻ ആശയങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള വായനയായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. ഞാൻ വീണ്ടും BJT ഹാളിലേക്ക് വരികയാണ്. BJT ഹാളിൽ അന്ന് അനുശോചന സമ്മേളനം ആദ്യം നടത്തുക പ്രിയദർശിനിയുടെ ആഭിമുഖ്യത്തിലാണ്. കാരണം ഞങ്ങൾക്ക് ഹാളുണ്ട്, മറ്റെല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. മൃതദേഹം എടുത്തതിന് ശേഷവും ആ ദിവസം കംപ്ലീറ്റ് ഞങ്ങൾ ദുഃഖാചരണം നടത്തി. പക്ഷേ ആ പ്രസംഗത്തെ, അനുശോചന പ്രസംഗത്തിൽ ഒരുപക്ഷെ വിജയകുമാർ ഓർത്തിരിക്കും. വിജയകുമാർ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ ആണ് ഞങ്ങൾ അന്ന് അതിന് ക്ഷണിച്ചത്. കാരണം അദ്ദേഹം കൂടുതൽ ഇടപഴകിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ടാണ്. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ അതൊരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ധന്യതയായി, മറക്കാത്ത ഒരു ഓർമ്മയായി ഞാൻ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായിരുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസിക് കൃതിയായ ലൈഫ് ടൈം അച്ചീവ്മെൻ്റായ, അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്, എൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ കൃതി ഇതാണ്, വൈജ്ഞാനിക വിപ്ലവം സാംസ്കാരിക ചരിത്രത്തിലൂടെ എന്ന റൗണ്ട് സൈസിൽ ഏതാണ്ട് 600 പേജ് വരും, 600 പേജുള്ള ആ ബൃഹത് ഗ്രന്ഥമാണ്. ഈ വിഷയത്തിലെ ഇന്നൊരു ക്ലാസിക് കൃതി എന്ന് പറയാൻ അതാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നീട്ടുന്നില്ല. ദീപ്തമായ, ഒരിക്കലും മറക്കാത്ത, എന്നും എൻ്റെ മനസ്സിൽ പോലെ ഞാൻ ആദരിക്കുന്ന, സ്നേഹിക്കുന്ന PGയുടെ മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ.